ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു പരീക്ഷ നടക്കേണ്ടതായിരുന്നു, പ്രാഥമിക പരീക്ഷ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റായി പൊട്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ നടന്നില്ല. അതിന് മറ്റൊരു ദിവസം നടക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നു, മാറി പൊട്ടിച്ചതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നു. ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒരുവിധം സവിസ്തരമായി ഇവിടെ വായിക്കാൻ പോവുകയാണ്. ഇത് വായിച്ച് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതണം. ഞാൻ വീണ്ടും പറയുകയാണ്, യഥാർത്ഥത്തിൽ ഒരു 5000-നകത്ത് കുട്ടികളാണ് നമ്മളെ ക്ലാസ് ആശ്രയിക്കുന്നത്. അവർ വലുതായിട്ട് സൗകര്യത്തിൽ പഠിക്കാൻ പറ്റാത്തവരായിരിക്കും. അതുകൊണ്ട് എൻ്റെ ആ സുഹൃത്തുക്കൾ ഇരുത്തി ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് പഠിക്കണം. രണ്ടാമത്, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും 67/2026 പരീക്ഷ നടക്കാതെ പോയത്. നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ 5000-ലധികം വരുന്ന കുട്ടികൾ ഇതിൽ റിനൈസൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2ൻ്റെയും ഒരു ചാർട്ട് ഉണ്ടാക്കുക. 2ൽ ജിയോഗ്രഫിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ, സയൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ GK-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്വസ്റ്റ്യൻ 2 ഉണ്ടാക്കിയത് മിക്കവാറും ഒരാളാവാനാണ് സാധ്യത. നിങ്ങൾ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് പറഞ്ഞൊരു ഹരമായിരിക്കണം, യാതൊരു സംശയവും വേണ്ട, ഒരു ഹരമായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത്. ചില മനുഷ്യർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആർക്കും കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അതവർ സാഡിസ്റ്റുകളാണ്. ഈ ചില തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ സാഡിസ്റ്റുകൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റില്ല, ഒരു ചോദ്യം നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മടുത്തു പോകും. പക്ഷേ PSC ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 10-60% ക്വസ്റ്റ്യൻ എല്ലാവർക്കും എഴുതാൻ പറ്റും. അതേസമയം മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വരുന്നത് നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എനിഹൗ, എൻ്റെ സുഹൃത്തുക്കൾ, ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക, പത്രം വായിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. അതുകൊണ്ട് ഈ നടക്കാതെ പോയ പരീക്ഷയുടെ ആ ചോദ്യം ഒന്ന് വായിച്ച് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ചുമ ഇവിടെ എത്തിയിട്ടുണ്ട്. അഞ്ചുമയെ ആ കൃത്യം നിറവേറ്റാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം, ഒരു സംശയവും വേണ്ട. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. 10th ലെവൽ പ്രിലിംസിൻ്റെ 2ാം ഘട്ടത്തിലെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 67/2026, കോഡ് A ആണ്. ചോദ്യം 1, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാരുതി സുസുക്കി. ചോദ്യം 2, ഫാർസ്, FARS, ഫാർസ് ഏത് രാജ്യത്തെ മാധ്യമമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇറാനാണ്. ഫാർസ് എന്ന മാധ്യമമുള്ളത് എവിടെയാണ്? ഇറാനിലാണ്. ഇറാൻ്റെ തലസ്ഥാനമാണ് ടെഹ്റാൻ. പണ്ട് കാലത്ത് പേർഷ്യ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ടെഹ്റാനാണ്. അതുപോലെ ഹോർമൂസ് കടലെടുക്ക് എവിടെയാണ്? അത് ഇറാനിലാണ്. ഓപ്ഷനിൽ ഇസ്രായേലുണ്ട്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് ടെൽ അവീവ്. ടെൽ അവീവ്, ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. അതുപോലെ ഷെക്കേൽ എന്ന നാണയമുള്ളത് എവിടെയാണ്? അത് ഇസ്രായേലിലാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ലബനൻ. ലബനൻ്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ബെയ്റൂട്ടാണ് ലബനൻ്റെ തലസ്ഥാനം. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ഒമാൻ. ഒമാൻ്റെ തലസ്ഥാനമാണ് മസ്കറ്റ്. അപ്പം ഫാർസ് ഏത് രാജ്യത്തെ മാധ്യമമാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇറാൻ. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ. ചോദ്യം 3, കേരളത്തിലെ ഇപ്പോഴത്തെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, VD സതീശൻ. മണ്ഡലം പറവൂർ. പറവൂർ എറണാകുളം ജില്ലയിലാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് നിയമവകുപ്പ്, അതുപോലെ തുറമുഖം, ധനകാര്യം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് നഗരനയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനവും കേരളവും തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരള വയോജന കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? K. സോമപ്രസാദാണ്. ഓപ്ഷനും കൂടെ ഒന്ന് വായിച്ചു പോകാം. ഓപ്ഷൻ എ ആണ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് C. ജോസഫ് വിജയ്. പാർട്ടിയാണ് TVK, തമിഴക വെട്രിക്കഴകം. അതിൻ്റെ ചിഹ്നമാണ് വിസില. അടുത്ത ഓപ്ഷനിലാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. സുവേന്ദു അധികാരി. പിന്നെ ഓപ്ഷനിലുള്ളതാണ് കർണാടക. കർണാടകയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ.
ചോദ്യം 5. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇദ്ദേഹം 1952-62 കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതുപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഓപ്ഷനിലുള്ളതാണ് പി വി നരസിംഹറാവു. 1991-96 കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹറാവു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് LPG അത് നടപ്പിലാക്കിയത്. പി വി നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അടുത്തത് ഓപ്ഷനിലുള്ളതാണ് അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ, ഇതാരുടെ മുദ്രാവാക്യമാണ്? അടൽ ബിഹാരി വാജ്പേയിയുടെ മുദ്രാവാക്യമാണ്. എന്നാൽ ജയ് ജവാൻ, ജയ് കിസാൻ മാത്രമാണെങ്കിൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാത്ത പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് അഥവാ ചൗധരി ചരൺ സിംഗ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഭാരതരത്ന കിട്ടിയത് 5 പേർക്കാണ്. അതിൽ ഉൾപ്പെട്ട 2 പേര് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പി വി നരസിംഹറാവു, അടുത്തത് ചൗധരി ചരൺ സിംഗുമാണ്. ചോദ്യം 6. ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നമാമി ഗംഗ. നമാമി ഗംഗയാണ് ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി. ചോദ്യം 7. അരുൾ നൂൽ ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വൈകുണ്ഠസ്വാമികൾ. അരുൾ നൂൽ, അതുപോലെ അഖിലത്തിരുട്ട് അമ്മാനെ, ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. നവോത്ഥാന നായകരിൽ ആദ്യത്തെ ആളെന്ന് അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത് 1809-ലാണ്. അദ്ദേഹം മരിക്കുന്നത് 1851 ജൂൺ 3-നാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠസ്വാമികളാണ് 1836. അതുപോലെ സമപന്തി ഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് 1856 ഓഗസ്റ്റ് 20-നാണ്. 1928 സെപ്റ്റംബർ 20-ന് മരിച്ചു. അടുത്തത് ഓപ്ഷനിലുള്ളതാണ് അയ്യങ്കാളി. ജനനം 1863 ഓഗസ്റ്റ് 28-നാണ്. മരണം 1941 ജൂൺ 18. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് 1853 ഓഗസ്റ്റ് 25-നാണ്. മരിക്കുന്നത് 1924 മെയ് 5-നാണ്. ചോദ്യം 8. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ M.E. നായിഡു ആണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. എന്നാൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ 1. ചോദ്യം 9. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നത് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ മോക്ഷപ്രദീപം എന്ന കൃതി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയതാരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ചോദ്യം 10. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ KP കേശവമേനോൻ. ഇദ്ദേഹമാണ് 1923 കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത്. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ഓപ്ഷനിലുള്ളതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നമുക്കറിയാം കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനെയാണ്. അതുപോലെ പിടിയേരി സമ്പ്രദായം ചാവറയച്ചനുമായി ബന്ധപ്പെട്ടതാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചാവറയച്ചനുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 11. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലു. ഓപ്ഷനിലുണ്ട് മൺസൂൺ എന്ന അത് അറബി വാക്കാണ്. മൗസം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. മൺസൂൺ എന്ന പദം ഉണ്ടായത്. ഈ വാക്കിന്റെ അർത്ഥം വരുന്നത് ഋതുക്കൾ എന്നാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ് നമുക്കറിയാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്.
വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. എന്നാൽ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ. ചോദ്യം 12. കേരളത്തിലെ 16ാം നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ആഭ്യന്തരം, വിജിലൻസ്, പോലീസ്, ജയിൽ ഇതെല്ലാമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ. ലഹരി മാഫിയകളെ പിടികൂടാൻ വേണ്ടിയിട്ട് കേരള പോലീസും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് 2026 ജൂൺ 2-നാണ്. ഓപ്ഷനിലുള്ളവരെയും കൂടെ പറയാം. ശ്രീ കെ മുരളീധരൻ. കെ മുരളീധരൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്, തിരുവനന്തപുരം. അദ്ദേഹമാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരൻ. അടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ മണ്ഡലം മലപ്പുറമാണ്. വാണിജ്യം, വ്യവസായം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. അതുപോലെ തന്നെ AI വകുപ്പ് മന്ത്രിയാണ്. ആദ്യമായിട്ട് AI വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ AI വകുപ്പ് മന്ത്രി കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അടുത്തതാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന്റെ മണ്ഡലം പേരാവൂരാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ്. ചോദ്യം 13. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിനെയാണ് ഹൈടെക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഹൈടെക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് മുസി നദിയുടെ തീരത്താണ്. മുസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ്. ചാർമിനാർ എവിടെയാണ്? ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അത് നിർമ്മിച്ചത് കുലി കുത്തബ് ഷായാണ്. പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത്. ഓപ്ഷനിലുള്ളതാണ് കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അടുത്ത ഓപ്ഷനിലുള്ളതാണ് ഡൽഹി. ഡൽഹി യമുന നദീ തീരത്താണ്. ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്നത് ഡൽഹിയാണ്. 1991 69ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഡൽഹി ദേശീയ തലസ്ഥാനമായി മാറിയത്. അടുത്ത പാറ്റ്ന ഉണ്ട് ഓപ്ഷനിൽ. ബീഹാറിന്റെ തലസ്ഥാനമാണ് പാറ്റ്ന. ബീഹാറിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? സമ്രാട്ട് ചൗധരി. സമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ചോദ്യം 14. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? ഉത്തരം പടിഞ്ഞാറൻ തീരസമതലമാണ്. അതായത് ഇന്ത്യയുടെ ഭൂപടം നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടാണ് അറബിക്കടൽ. അറബിക്കടൽ ഇവിടെയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമതലമാണ് പടിഞ്ഞാറൻ സമതലം. പടിഞ്ഞാറൻ സമതലം. ചോദ്യം 15. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ 3. ഇതിനെ തന്നെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷനിലുള്ളതാണ് ദേശീയ ജലപാത 1. അത് ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ. ദേശീയ ജലപാത 2 ആണെങ്കിൽ സാദിയ ദുബ്രി. സാദിയ മുതൽ ദുബ്രി വരെ. ദേശീയ ജലപാത 4 ആണെങ്കിൽ കാക്കിനഡ പുതുച്ചേരി. കാക്കിനഡ പുതുച്ചേരി. കാക്കിനാട പറഞ്ഞപ്പോൾ 1923 INC സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? കാക്കിനാട സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് TK മാധവന്റെ നേതൃത്വത്തിലാണ്. ചോദ്യം 16. കർണാടകത്തിലെ ആണവോർജ്ജ നിലയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൈഗ. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഓപ്ഷനിൽ താരാപൂർ ഉണ്ട്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. നറോറ ഉത്തർപ്രദേശിലാണ്. ചോദ്യം 17. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ഹിമാനികളാണ്. ഈ കരേവ മണ്ണിനും ഏത് കൃഷിക്കാണ് അനുയോജ്യം? കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് കരേവ. ചോദ്യം 18. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി നഞ്ചിയമ്മ. ഓപ്ഷൻ ഡി നഞ്ചിയമ്മ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അതിലെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടിയതാണ് വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മി. ചോദ്യം 19. അലൂമിനിയത്തിന്റെ അയിരേത്? ഉത്തരം ഓപ്ഷൻ എ ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. എന്നാൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് ഇതെല്ലാം ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ്. ഇനി കലാമിൻ എന്നത് എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. അതുപോലെ ഗലീന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ്. ലെഡിന്റെ അയിരാണ് ഗലീന. ചോദ്യം 20. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് 1907 അയ്യങ്കാളിയാണ് നേതൃത്വം നൽകിയത്.
സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ചോദ്യം 21. സ്വാതന്ത്ര്യത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, മൗണ്ട് ബാറ്റൻ പ്രഭു. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ. ഇത് ഗുജറാത്തിലെ നർമ്മദ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. ആ ശില്പിയുടെ പ്രതിമയാണ് റാം വി സുധർ അല്ലെങ്കിൽ RV സുധർ. VP മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അടുത്ത ചോദ്യം 22. ഇന്ത്യയിലെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പിൽ CPI 16 സീറ്റുകൾ കരസ്ഥമാക്കി. അതും ശരിയാണ്. മൂന്നാമത്തത് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. അതും ശരിയാണ്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു. അത് തെറ്റാണ്. അന്നത്തെ കാലത്ത് വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എത്രയായിരുന്നു? 21 ആയിരുന്നു. എന്നാൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 1989 61 ഭരണഘടനാ ഭേദഗതി. അപ്പം 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു. അതായിരുന്നു തെറ്റായിട്ട് കൊടുത്തിരുന്ന പ്രസ്താവന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ ആണ്. ആകെ കമ്മീഷണേഴ്സ്മാർ എത്രയാണെന്ന് ചോദിച്ചാൽ 3 പേരാണ്. അതിൽ ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതാണ് ഗ്യാനേഷ് കുമാർ. മറ്റ് കമ്മീഷണർമാരാണ് ഒന്ന് വിവേക് ജോഷി, അതുപോലെ സുഖ്ബീന്ദർ സിംഗ് സന്ധു. സുഖ്ബീന്ദർ സിംഗ് സന്ധു. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് N ശേഷാദ്രിനാഥൻ. N ശേഷാദ്രിനാഥൻ. ചോദ്യം 23. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? ഒന്നാമത്തത് രമേശ് ചെന്നിത്തല, ധനകാര്യം. അത് തെറ്റാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ആഭ്യന്തരമാണ്. ആഭ്യന്തര വകുപ്പാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഹരിപ്പാട്. ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തതാണ് PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് ടൂറിസം. അത് ശരിയാണ്. മണ്ഡലം കുണ്ടറ. മൂന്നാമത്തത് PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം. അത് ശരിയാണ്. വാണിജ്യം, വ്യവസായം, AI അതെല്ലാം PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് മലപ്പുറം. നാലാമത്തത് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് വൈദ്യുതി. അതും ശരിയാണ്. മണ്ഡലമാണ് പേരാവൂർ. ചോദ്യം 24. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരം, അതുപോലെ അച്ചിപ്പുടവ സമരം, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 25. ദരിദ്രരെ സഹായിക്കാനായി പിടിയരി, അതായത് ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. അതുപോലെ പിടിയരി സമ്പ്രദായം, ഇതും ചാവറയച്ചനുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 26. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 ആണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ചോദ്യം 27. 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത് ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. അത് ശരിയാണ്. രണ്ടാമത്തത് ഡോക്ടർ HN കുൻസ്രു ഇതിലെ ഒരു അംഗമായിരുന്നു. അതും ശരിയാണ്. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അതാണ് ഇതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകരിച്ചത്. നാലാമത്തത് 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 28. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. എന്നാൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം എന്നാണ്? അത് 2019 ഒക്ടോബർ 31-നാണ്.
2019 ഒക്ടോബർ 31. എന്നാൽ ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു പുനഃസംഘടനാ നിയമം 2020 ജനുവരി 26-നാണ്. ചോദ്യം 29. ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ട്രോമ കെയറിനുള്ള അവകാശം. 2 ആർത്തവ ആരോഗ്യവും അന്തസ്സും. 3 വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം. 4 അഭയത്തിനുള്ള അവകാശം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം വകുപ്പ് 21-ന്റെ ഭാഗം തന്നെയാണ്. ചോദ്യം 30. തെറ്റായ ജോഡി കണ്ടെത്തുക. ആനി ബസന്റ്, ന്യൂ ഇന്ത്യ. അത് ശരിയാണ്. ആനി ബസന്റിന്റെ 2 പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. INC പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. 1917 കൊൽക്കത്ത കോൺഗ്രസ്. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. മൂന്നാമത്തത് ജയപ്രകാശ് നാരായൺ എന്തുകൊണ്ട് സോഷ്യലിസം. അത് ശരിയാണ്. രവീന്ദ്രനാഥ ടാഗോർ ലെറ്റേഴ്സ് ഫ്രം റഷ്യ. അതും ശരിയാണ്. അപ്പോൾ ഇത് തെറ്റായിട്ട് ജോഡി കൊടുത്തിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി എന്നുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഗീതാഞ്ജലി. അതുപോലെ ഗോറ അതെല്ലാം ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ്. ചോദ്യം 31. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതാണ്? ഒന്നാമത്തത് ബൽവന്തറായി മേത്ത കമ്മിറ്റി. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ചതാണ് ബൽവന്തറായി മേത്ത കമ്മിറ്റി 1957. രണ്ടാമത്തത് സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ. അത് ശരിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് സപ്രു കമ്മിറ്റിയാണ്. സപ്രു കമ്മിറ്റി. മൂന്നാമത് കൊടുത്തിരുന്നത് സർക്കാരിയ കമ്മീഷൻ പഞ്ചായത്തി രാജ് എന്നാണ്. അത് തെറ്റാണ്. സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ചത്. നാലാമത്തത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ. അത് ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 32. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? 1 സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം. അത് ശരിയാണ്. 2 സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് ശരിയാണ്. മൂന്നാമത്തത് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം. അത് തെറ്റാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A-യിലാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതും ശരിയാണ്. ഉത്തരമായിട്ട് വരുന്നത് 1 സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 33. സർവേ ഭവന്തു സുഖിന എന്തിന്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്? ഉത്തരം NHRC അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യമാണ് സർവേ ഭവന്തു സുഖിന. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ. പട്ടേൽ ഭവൻ പഴയ പേരാണ്, പുതിയ പേരാണ് മാനവ് അധികാർ ഭവൻ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12-നാണ്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ചോദ്യം 34. വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അത് രാജസ്ഥാനിലെ ഒരു സംഘടനയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവരാണ് അരുണ റോയ്, നിഖിൽ ഡേ, ശങ്കർ സിംഗ് തുടങ്ങിയവർ. ചോദ്യം 35. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നതാണ് മാൻഡമസ്. ഇത് റിട്ടുകളിൽ വരുന്നതാണ് മാൻഡമസ്. റിട്ടുകൾ 5 എണ്ണമാണുള്ളത്. അതിൻ്റെ കോഡാണ് HMPSC. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ ഇവയാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ചോദ്യം 36. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. അത് ശരിയാണ്. രണ്ടാമത്തത് ഗംഗാ ഡോൾഫിൻ അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക ജീവിയാണ്. അത് തെറ്റാണ്. മൂന്നാമത്തത് ഗംഗാ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പം ആദ്യത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 37. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ദേശ് രാഗം. വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് വന്ദേ മാതരം. അതിൻ്റെ രാഗമാണ് ദേശ് രാഗം. വന്ദേ മാതരം ആലപിക്കാനുള്ള സമയം എത്രയാണ്? പുതിയ സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് 10 സെക്കൻഡ് അല്ലെങ്കിൽ 190 സെക്കൻഡാണ്. ഇത് ദേശീയ ഗാനം അതുപോലെ ദേശീയ ഗീതം ഇത് രണ്ടും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്.
ചോദ്യം 38. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീ ഭരത് ലാൽ. ചോദ്യം 39. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ മൗലിക അവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അത് തെറ്റാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ മൗലിക അവകാശങ്ങളുമല്ല, എല്ലാ മൗലിക സ്വാതന്ത്ര്യങ്ങളും, അതായത് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദ് ചെയ്യുന്നു. എന്നാൽ മൗലിക അവകാശങ്ങളിൽ എല്ലാം റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. അത് ശരിയാണ്. മൂന്നാമത്തത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് വകുപ്പ് 21 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. അത് തെറ്റാണ്. ദേശീയ അടിയന്തരാവസ്ഥാ സമയത്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥാ സമയത്ത് പോലും നിഷേധിക്കാൻ പറ്റാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 40. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമം ഉണ്ടാക്കിയ രാജ്യമാണ് ഓപ്ഷൻ ഡി സ്വീഡൻ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമം 2005 ആണ്. ചോദ്യം 41. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ സമത്വ സമാജം 1836. അതുപോലെ സമപന്തി ഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. എന്നാൽ പന്തി ഭോജനം തൈക്കാടയ്യ, പ്രീതി ഭോജനം വക്ഫടാനന്ദൻ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ 1917 ചേറായി, പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. ചോദ്യം 42. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി കേരളം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആദ്യമായിട്ട് നഗരനയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ചോദ്യം 43. കേരളത്തിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. ചോദ്യം 44. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. എന്നാൽ കെ സ്മാർട്ട് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതിയാണ് കെ സ്മാർട്ട്. ചോദ്യം 45. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ 244 കിലോമീറ്റർ. പെരിയാറിനെ പണ്ട് അറിയപ്പെട്ടിരുന്ന പേരാണ് ചൂർണി. ചോദ്യം 46. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴയിലാണ്. വർഷം 1940. ചോദ്യം 47. പാമ്പാടും ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി. പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അത് ഇടുക്കി ജില്ലയിലാണ്. ചോദ്യം 48. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് നീണ്ടകരയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ഓപ്ഷനിലുള്ളതാണ് ബേപ്പൂർ, നീണ്ടകര, വിഴിഞ്ഞം, അഴീക്കൽ. ഇതിനെ തെക്ക് നിന്ന് വടക്കോട്ട് ക്രമപ്പെടുത്തിയാൽ നമുക്ക് എങ്ങനെ ക്രമപ്പെടുത്താം? ആദ്യം വരുന്നത് വിഴിഞ്ഞമാണ്. തെക്കുന്ന് തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞ് വരുന്നത് നീണ്ടകരയാണ്. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. അത് കഴിഞ്ഞ് അഴീക്കലാണ് വരുന്നത്. അഴീക്കൽ ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തത് ബേപ്പൂരാണ്. ഏറ്റവും വടക്കായിട്ട് വരുന്നത് ബേപ്പൂരാണ്. ബേപ്പൂര് കോഴിക്കോട് ജില്ലയിലാണ്. ചോദ്യം 49. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആര്? ഉത്തരം ഓപ്ഷൻ എ പി.ടി. ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിലാണ് പങ്കെടുത്തത്. ചോദ്യം 50. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. എന്നാൽ കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോതമംഗലം. കേരളത്തിന്റെ കായിക തലസ്ഥാനമാണ് കോതമംഗലം. ചോദ്യം 51. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഒന്നാമത് അരുൾനൂൽ ചട്ടമ്പി സ്വാമികൾ. അത് തെറ്റാണ്. അരുൾനൂൽ ആരുടെ കൃതിയാണ്? വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. രണ്ടാമത്തത് ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി. അത് ശരിയാണ്. ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദമേനോൻ. മൂന്നാമത്തത് പിങ്കള എ.ജി. വേലായുധൻ. അത് തെറ്റാണ്. പിങ്കള എന്ന കൃതി എഴുതിയത് ഉള്ളൂരാണ്. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം. അതുപോലെ കേരള സാഹിത്യ ചരിത്രം എന്ന കൃതി എഴുതിയതും ഉള്ളൂരാണ്. അതുപോലെ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ്? ഉള്ളൂരാണ്. അടുത്തത് തലയോട് കെ.സി. കേശവപിള്ള എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. തലയോടിൻ്റെ കൃതി എഴുതിയത് ആരാണ്? തകഴിയാണ്. 1946 പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി
തകഴി എഴുതിയ കൃതിയാണ് തലയോട്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് കൊടുത്തിരുന്നത് ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നതാണ്. ചോദ്യം 52. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ ആണ്. ഉത്തരം ഓപ്ഷൻ എ CK കുമാരപ്പണിക്കർ. ചോദ്യം 53. ചുവടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതെല്ലാം? കല്ലുമാല സമരം, വിമോചന സമരം, കുറിച്യ കലാപം, വില്ലുവണ്ടി സമരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കല്ലുമാല സമരം അതുപോലെ വില്ലുവണ്ടി സമരം. ഇത് രണ്ടുമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത്. കല്ലുമാല സമരത്തിന്റെ വർഷം ഏതാണ്? 1915. വില്ലുവണ്ടി സമരം നടന്നത് 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് നടന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നടന്നത്. ഓപ്ഷനിലുള്ളതാണ്. അതുപോലെ കേരള സ്പാർട്ടക്കസ്, അതുപോലെ ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുപോലെ വിമോചന സമരം ഓപ്ഷനിലുണ്ട്. വിമോചന സമരം 1959 വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് മന്നത്ത് പത്മനാഭനും പനമ്പള്ളി ഗോവിന്ദമേനോനും. വിമോചന സമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. നമുക്കറിയാം EMSന്റെ നേതൃത്വത്തിലുള്ള 1ാം മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957 ഏപ്രിൽ 5 എന്നാൽ അത് പിരിച്ചുവിടുന്നത് വിമോചന സമരത്തെ തുടർന്നാണ്. എന്നാണ് 1959 ജൂലൈ 31. ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തതാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം വർഷം 1812 മാർച്ച് 25. 1812 മാർച്ച് 25 കുറിച്യ കലാപം. നേതൃത്വം നൽകിയതാണ് രാമനമ്പി. ചോദ്യം 54. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി AK ഗോപാലൻ. AK ഗോപാലനാണ് 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. എൻ്റെ ജീവിത കഥ എന്ന ആത്മകഥ എഴുതിയത് AK ഗോപാലനാണ്. അതുപോലെ പാർലമെന്റിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്നു AK ഗോപാലൻ. അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. അതുപോലെ തന്നെ 1930 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് വരിച്ച വ്യക്തിയാണ് AK ഗോപാലൻ. PSC 1 മാർക്ക്. ഓപ്ഷനും കൂടെ നോക്കാം. ഓപ്ഷനിൽ TK മാധവൻ ഉണ്ട്. TK മാധവൻ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് TK മാധവൻ. രണ്ടാമതാണ് KP കേശവമേനോൻ. 1923 മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത് KP കേശവമേനോനാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. അടുത്താണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞതും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. അതിൽ എത്ര പേരാണ് ഒപ്പിട്ടത്? 10,028. അതായത് 128. 10,028 പേരാണ് ഒപ്പിട്ടത്. ആദ്യത്തെ 3 ഒപ്പുകാരൊക്കെയാണ്? ആദ്യത്തേതാണ് KP ശങ്കരമേനോൻ, രണ്ടാമത്തത് ബാരിസ്റ്റർ GP പിള്ള, മൂന്നാമത്തതാണ് ഡോക്ടർ P പൽപ്പു. അതുപോലെ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യവും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ചോദ്യം 55. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് തെറ്റാണ്. സമത്വ സമാജം രൂപീകരിക്കുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 1836. രണ്ടാമത്തത് സഹോദര സംഘം സ്ഥാപിച്ചത് കുമാരനാശാനാണ്. അത് തെറ്റാണ്. സഹോദര സംഘം സ്ഥാപിക്കുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മൂന്നാമത്തത് പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അത് ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിക്കുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. വർഷം 1909. അതിൻ്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് PRDSന്റെ ആസ്ഥാനം. അതിൻ്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. നാലാമത്തത് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു K കേളപ്പൻ. അതും തെറ്റാണ്. അപ്പോൾ ഒരു പ്രസ്താവനയാണ് ശരിയായിട്ട് കൊടുത്തിരുന്നത്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അത് ശരിയാണ്. ചോദ്യം 56. താഴെ തന്നിരിക്കുന്നവയിൽ VT ഭട്ടതിരിപ്പാടിന്റെ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, രജനീരംഗം. രജനീരംഗം എന്ന കൃതി എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? 1. കണ്ണീരും കിനാവും. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതുപോലെ കർമ്മവിഭാഗം, ദക്ഷിണായനം, അതുപോലെ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇത് 1829 തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നിയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ചോദ്യം 57.
വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ഇദ്ദേഹത്തിനെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ് ആത്മവിദ്യാസംഘം 1917. അതിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അഭിനവ കേരളം. ഓപ്ഷനിലുള്ളതാണ് മുത്തുക്കുട്ടി, അതുപോലെ മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. നടരാജഗുരു ഓപ്ഷനിലുള്ളതാണ്. ഡോക്ടർ പി പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. ചോദ്യം 58. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ഗീതാരഹസ്യം KP കേശവമേനോൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗീതാരഹസ്യം രചിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. മാൻഡലെ ജയിലിൽ വെച്ചാണ് എഴുതിയത്. രണ്ടാമത്തത് സംഗീത ചന്ദ്രിക KC ചാക്കോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. മൂന്നാമത്തത് ദർശനമാല, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. നാലാമത്തത് അർത്ഥനിരൂപണം OM ചെറിയാൻ, അതും തെറ്റാണ്. അപ്പം ശരിയായിട്ട് കൊടുത്തിരുന്നത് ഓപ്ഷൻ സി ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ദൈവദശകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ചോദ്യം 59. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ രചന തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ കാലം, ബിലാത്തി വിശേഷം, ഓടയിൽ നിന്ന് ജാതിക്കുമ്മി. ഇതിൽ ഓപ്ഷൻ ഡി ജാതിക്കുമ്മിയാണ് ഉത്തരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ജാതിക്കുമ്മി. അതുപോലെ തിരുനാൾ കുമ്മി. ഇത് രണ്ടും പണ്ഡിറ്റ് KP കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കഴിഞ്ഞ കാലം എഴുതിയത് KP കേശവമേനോനാണ്. ബിലാത്തി വിശേഷം KP കേശവമേനോൻ്റെ കൃതിയാണ്. ഓടയിൽ നിന്ന് എന്ന കൃതി എഴുതിയത് P കേശവദേവാണ്. ഇതിനകത്തെ കഥാപാത്രമാണ് പപ്പു. ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന കൃതി എഴുതിയത് ആരാണ്? P കേശവദേവാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിർപ്പ്. ചോദ്യം 60. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1921 വാഗൺ ട്രാജഡി, അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത് കീഴരിയൂർ ബോംബ് കേസ്, അത് തെറ്റാണ്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KB മേനോൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കീഴരിയൂർ ബോംബ് കേസ്. ബാക്കി ഓപ്ഷനും കൂടെ വായിക്കാം. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മുസ്ലിം കർഷകർ നടത്തിയ കലാപം, അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ അലി മുസലിയാർ, സീതിക്കോയ തങ്ങൾ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചോദ്യം 61. ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ആമാശയം, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെപ്സിൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ആമാശയം. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. രണ്ടാമത്തത് വായയിൽ നിന്നുള്ള എൻസൈമാണ് സലൈവറി അമിലേസ്. അടുത്തത് പാൻക്രിയാസ് ആണ്, അതുമായിട്ട് യോജിക്കുന്നത് ട്രിപ്സിൻ ആണ്. കരൾ, അതുമായിട്ട് യോജിക്കുന്നത് പിത്തരസമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 62. മനുഷ്യരിലെ രക്തപരിചരണ വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പരിയയം, അത് ശരിയാണ്. രണ്ടാമത്തത് ശ്വാസകോശ ധമനി സിസ്റ്റമിക് പരിയനത്തിൻ്റെ ഭാഗമാണ്, അത് തെറ്റാണ്. മൂന്നാമത്തത് ഊർധ്വമഹാസിര സിസ്റ്റമിക് പരിയനത്തിൻ്റെ ഭാഗമാണ്, അത് ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 63. ജീവകങ്ങളുടെ അഭാവത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തത് കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുലമാവുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക. അത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തത് പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 64. താഴെ പറയുന്നവയിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. വൈറ്റമിൻ ബി അതുപോലെ വൈറ്റമിൻ സി, ഇത് രണ്ടുമാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. എന്നാൽ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. ചോദ്യം 65. മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏത്? ഉത്തരം ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. ചോദ്യം 66. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ് വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത എന്ത്? ഉത്തരം ഓപ്ഷൻ ബി രണ്ടും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ചോദ്യം 67. ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും
മരുന്നുകുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ചോദ്യം 68. താഴെ പറയുന്നവയിൽ ആദ്യ, പുണ്യ എന്നീ കാർഷിക വിള ഇനങ്ങളെ കുറിച്ച് ശരിയായ വിശകലനങ്ങൾ ഏതെല്ലാം? 1. ഇവ രണ്ടും നെല്ലിനങ്ങളാണ്. അത് ശരിയാണ്. അടുത്തത് കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടവയാണ് ഇവ. അത് രണ്ടുമാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ആദ്യ, പുണ്യ എന്നിവ നെല്ലിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചതാണ്. ചോദ്യം 69. കേരളത്തിലെ വനമേഖലകളിലെ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്കു നിന്ന് തെക്കോട്ട് ക്രമീകരിച്ചാൽ ശരിയായ ക്രമം ഏത്? അപ്പം കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയാം. കരിമ്പുഴ വന്യമൃഗ സങ്കേതം, പെരിയാർ വന്യമൃഗ സങ്കേതം, ആറളം വന്യമൃഗ സങ്കേതം, നെയ്യാർ വന്യമൃഗ സങ്കേതം. അപ്പം ആദ്യം ഇതിനകത്ത് വടക്ക് നിന്ന് തെക്കോട്ട് ക്രമീകരിക്കാനാണ് പറയുന്നത്. ആദ്യം വരുന്നത് ആറളമാണ്. ആറളം കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യമൃഗ സങ്കേതമാണ്. അത് കഴിഞ്ഞ് വരുന്നത് കരിമ്പുഴ വന്യമൃഗ സങ്കേതമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പെരിയാർ വന്യമൃഗ സങ്കേതമാണ്. പെരിയാർ വന്യമൃഗ സങ്കേതം ഇടുക്കി. ഏറ്റവും അവസാനം വരുന്നതാണ് നെയ്യാർ വന്യമൃഗ സങ്കേതം. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 70. മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്കുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് PET അഥവാ പെറ്റ്, പോളി എത്തിലീൻ ടെറിത്താലേറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചക്രമണ ചിഹ്നം ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അതിൻ്റെ സിമ്പൽ ഇതാണ് വരുന്നത്. നടുക്ക് 1 ചിഹ്നമായിട്ട് വരുന്നത്. ചോദ്യം 71. ഒരാറ്റത്തിലെ അറ്റോമിക നമ്പർ 6ഉം മാസ് നമ്പർ 13 ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 7. ചോദ്യം 72. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സിങ്കിന്റെ അയിര്? ഉത്തരം ഓപ്ഷൻ ബി കലാമിൻ. ചോദ്യം 73. ഉത്കൃഷ്ട വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ സി 18. ചോദ്യം 74. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. ചോദ്യം 75. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത ഏത്? ഉത്തരം ഓപ്ഷൻ സി ജഡത്വം. ചോദ്യം 76. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ജൂൾ. ചോദ്യം 77. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭൂകമ്പത്തിന്റെ തീവ്രത. ചോദ്യം 78. പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ സി പ്രകാശോർജം രാസോർജമായി മാറുന്നു. ചോദ്യം 79. ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിന്റെ തിളനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 373 കെൽവിൻ. ചോദ്യം 80. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത് ഗതികോർജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. അത് തെറ്റാണ്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. രണ്ടാമത്തത് ഗതികോർജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല. അത് തെറ്റാണ്. ആശ്രയിക്കുന്നുണ്ട്. മൂന്നാമത്തത് ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജമാണ് ഉള്ളത്. അതും തെറ്റാണ്. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്നത് അതിൻ്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്നതാണ്. അതായത് സ്ഥിതികോർജമാണ് ഉണ്ടാകുന്നത്. നാലാമത്തത് ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. അതാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 81. 5600 പ്ലസ് 22 പ്ലസ് 5 ഗുണം 6 മൈനസ് 50 പ്ലസ് 5 ഗുണം 5 അതിൻ്റെ വില എത്രയാണ് ആണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 112. ചോദ്യം 82. M എന്നത് ഹരണത്തെയും N എന്നത് ഗുണനത്തെയും Q എന്നത് സങ്കലനത്തെയും P എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ 125M 5Q 6N 4P2 ഇതിൻ്റെ വില എത്രയാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 47. ചോദ്യം 83. 3ഉം 2-1 പ്ലസ് 4-1 മൈനസ് 2ഉം 3-1 ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 12-5. ചോദ്യം 84. 3-1നും 5-3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 1/2. ചോദ്യം 85. 0.2 ഇൻറ്റു 0.03 ഇൻറ്റു 0.004 സമം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 0.000024. ചോദ്യം 86. 3250 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഒരാൾക്ക് 750 രൂപ ലാഭം ലഭിക്കുന്നുവെങ്കിൽ ലാഭശതമാനം എത്ര? ഉത്തരം ഓപ്ഷൻ സി 30%.
ചോദ്യം 87. 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 20 കുട്ടികളുടെ ഗണിതത്തിന്റെ ശരാശരി മാർക്ക് 75 ആയിരുന്നു. എന്നാൽ ഒരു കുട്ടിയുടെ മാർക്ക് 50-ന് പകരം 60 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ശരാശരി മാർക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ എ 74.5. ചോദ്യം 88. 10ാം ക്ലാസ്സിലെ ഡി ഡിവിഷനിലെ എല്ലാ കുട്ടികളും കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2401 രൂപ സംഭാവന നൽകി. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും തുകയാണ് ഓരോ കുട്ടിയും നൽകിയത്. എങ്കിൽ ഒരു കുട്ടി നൽകിയ സംഭാവന എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 49 രൂപ. ചോദ്യം 89. സാറയുടെ കയ്യിൽ 42 മീറ്റർ, 49 മീറ്റർ, 63 മീറ്റർ നീളമുള്ള 3 റിബണുകളുണ്ട്. സാറ ഇതിനെ ഒരേ നീളമുള്ള റിബൺ കഷ്ണങ്ങളായി മുറിച്ചാൽ കിട്ടുന്ന ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 7 മീറ്റർ. ചോദ്യം 90. അരുൺ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോടേക്ക് 100 km/h വേഗതയിലും തിരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. എങ്കിൽ ആ യാത്രയിലെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 75 km/h. ചോദ്യം 91. 1-നും 100-നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ സി 2450. ചോദ്യം 92. ഒറ്റയാൻ ആര്? 120, 170, 101, 145. ഉത്തരം ഓപ്ഷൻ സി 101. ചോദ്യം 93. ഒരു കോഡ് ഭാഷയിൽ ക്ലോക്കിനെ XOL XP എന്ന് എഴുതാമെങ്കിൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് വാച്ചിനെ എങ്ങനെ എഴുതാം? ഇതാണ് ഉത്തരം വരുന്നത് DZGXS. ചോദ്യം 94. 35:217 ആണെങ്കിൽ അതേ ബന്ധം ഉപയോഗിച്ച് 67 എങ്ങനെ എഴുതാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 513. ചോദ്യം 95. 5 വർഷം മുമ്പ് രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. 3 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ സീതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 13. ചോദ്യം 96. 4 × 9/2 അധികം 14/2 അധികം 3 ഗുണം 3 ഇതിന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 48. ചോദ്യം 97. എ ബിയുടെ സഹോദരൻ, ബി സിയുടെ മകൾ, സി ഡിയുടെ മകൻ എങ്കിൽ എയുടെ ആരാണ് ഡി? ഉത്തരം ഓപ്ഷൻ ഡി മുത്തശ്ശൻ. ചോദ്യം 98. 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളെ ക്യൂവിൽ നിർത്തിയപ്പോൾ മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 16-ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് മീരയുടെ സ്ഥാനം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 20. ചോദ്യം 99. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് 200 മീറ്റർ പോയപ്പോൾ വഴി അടച്ചത് കാരണം അയാൾ വലത്തോട്ട് തിരിഞ്ഞ് 300 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് നടന്നു. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 400 മീറ്റർ കിഴക്ക്. ചോദ്യം 100. ഒരു സമാന്തര ശ്രേണിയിൽ 5-ാം പദത്തിന്റെ 5 മടങ്ങ് 9-ാം പദത്തിന്റെ 9-ാം മടങ്ങിന് തുല്യമായാൽ 14-ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ലെന്നാണ്. ഇതിന്റെ ഉത്തരം ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആണ്. 10th പ്രിലിംസിന്റെ സ്റ്റേജ് 2ന്റെ 100 ക്വസ്റ്റ്യനും ഉത്തരങ്ങളുമാണ് പറഞ്ഞത്. താങ്ക് യു.